أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1536 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാഫാത്തി സഫ്ഫാ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ് ഇന്നാ സയ്യന്ന السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്താണ് ഇന്ന് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. 182 ആയത്തുകളുള്ള, താരതമ്യേന ചെറിയ ആയത്തുകളുള്ള, ദൈർഘ്യം കുറഞ്ഞ എന്നാൽ ആയത്തുകളുടെ എണ്ണം താരതമ്യേന വളരെ കൂടുതലായുള്ള ഒരു സൂറത്താണ് സൂറത്ത് സ്വാഫാത്ത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത്. ഈ സൂറത്തിന്റെ പേര് സൊഫ് എന്ന പദം നമുക്ക് പരിചയമുള്ളതാണ്. അണിയണിയായി, നിരനിരയായി, സന്നദ്ധരായി നിൽക്കുന്നവർ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം. അതാണ് അസ്വാഫാത്ത് എന്ന്. ഇതിൽ ആദ്യത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഈ അസ്വാഫാത്ത് എന്ന വാക്കാണ് ഈ സൂറത്തിന്റെ പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ആയത്തില്
വസ്സോഫാത്തി സൊഫ എന്ന ഒരു അട്ടറൻസ് ആണ് നമ്മൾ കാണുന്നത്. നിരനിരയായി, സൊഫായി, അണിയണിയായി, സജ്ജരായി ഒരുങ്ങി നിൽക്കുന്നവർ എന്ന് പരാമർശിച്ചുകൊണ്ട് അവരെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് ഒരു ശപഥം അല്ലെങ്കിൽ ഒരു സത്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സൂറത്തിന്റെ തുടക്കം. തുടർന്നുള്ള ഏതാനും ആയത്തുകളും ഒന്നോ രണ്ടോ ആയത്തുകൾ ഇതേപോലെ തന്നെയാണ്. ഫസാജിറാത്തി സജ്റ, ഫത്താലിയാത്തി ദിക്റ. അത് ഒന്നാമത്തെ ആയത്തിന്റെ തുടർച്ചയായിട്ട് അതേ പാറ്റേണിലുള്ള അതേ രീതിയിൽ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ആയത്തുകളാണ്. അതിനുശേഷം ഒരു ദൃഢമായ പ്രഖ്യാപനമാണ് വരുന്നത് നാലാമത്തെ ആയത്തിൽ. ഇന്ന ഇലാഹക്കും ലവാഹിദ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിച്ചോളൂ. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ മധ്യഘട്ടത്തിന്റെ അവസാനത്തിൽ എന്നൊക്കെ പറയാം. പറഞ്ഞ ഈ ഘട്ടങ്ങളായിട്ട് മക്കയിലെ ദൗത്യ നിർവഹണ കാലത്തെ ഒരു 3-4 ഘട്ടങ്ങളായിട്ട് പരിഗണിക്കുന്നത് ആ ഓരോ ഘട്ടത്തിന്റെയും പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ ആ പരിശ്രമങ്ങളോട് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും അതേ തുടർന്നുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണനയിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ 3-4 ഘട്ടങ്ങളായിട്ട് മക്കയിലെ ദൗത്യ നിർവഹണത്തിന്റെ 13 വർഷ കാലത്തെ കാണുന്നത്. അതില് ഏകദേശം മധ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 6-7 വർഷങ്ങൾ പിന്നിട്ടിടുന്ന ആ ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കവും ഈ സൂറത്തിന്റെ പ്രമേയവും ഉള്ളടക്കവും ശൈലിയും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരിലുള്ള മക്കയിലെ ചലനങ്ങൾ ശക്തിപ്പെട്ടു വരികയും അവർക്കത് വളരെ അസഹ്യമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. അപ്പോ ഇസ്ലാമിനോടും ഇസ്ലാമിക മാർഗം പിന്തുടരുന്ന ആളുകളോടുമുള്ള ശത്രുത അതിന്റെ പൂർണ്ണത കൈവരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പരമകാഷ്ഠ എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിലെ സൂറത്തുകളുടെ പൊതുവായ പ്രമേയങ്ങള് നമ്മൾ ഇതിനകം വേണ്ട വിധത്തിലും ഇതിനു മുമ്പ് നമ്മൾ പഠന വിധേയമാക്കിയ മക്കയിൽ അവതരിച്ച സൂറത്തുകളിലൊക്കെ അതിന്റെ ഫോക്കസ് എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ ഏകത്വം അഥവാ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നത് ഒരേ ഒരു ശക്തിയാണ് എന്ന കാര്യം, അവന്റെ ദിവ്യത്വത്തിലും മറ്റാർക്കും വേറെ ആർക്കും തന്നെയും ഒരു പങ്കുമില്ല എന്ന സംഗതി. ഇതിനെയാണ് നമ്മൾ തൗഹീദ് എന്ന് വിളിക്കാറുള്ളത്. അതാണ് മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ മുഖ്യമായ ഒരു കേന്ദ്ര പ്രമേയമായിട്ട് കാണാൻ സാധിക്കുക. അതിനോടൊപ്പം ഊന്നലോടുകൂടി പറയുന്ന 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ഭൗതിക ലോകം, ഈ സൃഷ്ടിപ്രപഞ്ചം, നമ്മൾ അധിവസിക്കുന്ന ഈ ലോകം, അതിനൊരു സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയം എത്തുന്നതോടെ അത് നശിച്ചു പോകും. അതിനെ തുടർന്ന് ഈ ലോകം പുനഃസൃഷ്ടിക്കപ്പെടുകയും മനുഷ്യരൊക്കെയും തന്നെ
പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ആ പുനരുത്ഥാനത്തെ തുടർന്ന് മനുഷ്യന് ഒരു പാരത്രിക ജീവിതം ഉണ്ട് എന്നതുമാണ് ഇതിന്റെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ അടിത്തറകളിലെ സുപ്രധാനമായ ഒരു കാര്യം, ആഖിറത്തിലുള്ള വിശ്വാസം. മൂന്നാമത്തെ ഊന്നലോടുകൂടി മക്കയിലെ സൂറത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം മനുഷ്യ സമൂഹത്തിന് മാർഗദർശിയായിട്ട് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എന്നൊരു പ്രതിഭാസമുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ദൈവികമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണം ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ്, അവസാന പ്രവാചകനാണ് അദ്ദേഹം എന്ന കാര്യം. ഇതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ റിസാലത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് വിഷയങ്ങൾ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ മൂന്ന് വിഷയങ്ങളിലാണ് മുഖ്യമായിട്ട് മക്കയിൽ അവതരിച്ച സൂറത്തുകൾ ഊന്നുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂന്ന് ആശയങ്ങളോടും മൂന്ന് അടിസ്ഥാന പ്രമേയങ്ങളോടും സമൂഹം സ്വീകരിക്കുന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനോടുള്ള പ്രതികരണമായി പല കാര്യങ്ങളും മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന്റെ ഏകത്വത്തെ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അതിനെ വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർ ഉൾക്കൊള്ളുന്നു. അള്ളാഹു പരമമായ ദൈവമാണ്, സ്രഷ്ടാവാണ് എന്ന കാര്യത്തിലൊന്നും അവര് തർക്കിക്കാറില്ല. പക്ഷെ ദിവ്യത്വം അള്ളാഹുവിന് മാത്രമാണ് എന്ന കാര്യം, അള്ളാഹു മാത്രമാണ് ദൈവം, അള്ളാഹുവിന് മാത്രമാണ് ദിവ്യത്വമുള്ളത് എന്ന കാര്യം അവര് അംഗീകരിക്കാറുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായി അവര് പല ദേവന്മാരെയും ദേവതമാരെയും വിഗ്രഹങ്ങളെയും ആൾദൈവങ്ങളെയും ഒക്കെ പൂജിച്ചു വരുന്ന ആളുകളാണ്. അവര് അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് സഹായികളായി, തങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരായി, തങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കുന്നവരായിട്ടൊക്കെയാണ് മക്കയിലെ ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്നത്. പക്ഷെ ഈ അടിസ്ഥാനരഹിതമായ വിശ്വാസത്തെയാണ് ഇസ്ലാം അതിന്റെ ഒന്നാം നാൾ മുതൽ തന്നെ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഇസ്ലാമിനെ, രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചൊരു പരാമർശം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സനാതന മതത്തിന് അല്ലെങ്കിൽ വ്യവസ്ഥക്ക് വലിയ പ്രഹരമേൽപ്പിക്കുകയുണ്ടായത് രാഷ്ട്രീയ ഇസ്ലാമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ വിശ്വാസപരമായ വൈകല്യങ്ങളെ തുറന്നു കാണിക്കുകയും അവയെ അത്തരം വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യം. ബാത്തിലിന്, അതിനൊക്കെ ഒന്നാകെ ഇസ്ലാം ബാത്തിൽ എന്നാണ് പരാമർശിക്കാറുള്ളത്. ബാത്തിലിനെ പരാജയപ്പെടുത്തൽ ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെയായിട്ട് ഖുർആൻ എടുത്തു പറയുന്ന കാണാൻ കഴിയും. ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യം ആഗതമായിരിക്കുന്നു, അസത്യം അല്ലെങ്കിൽ ബാത്തില് പരാജയമടയുന്നതായിരിക്കുന്നു. തീർച്ചയായിട്ടും അസത്യം പരാജയമടയാനുള്ളതാണ്. പ്രഹരമേൽപ്പിക്കുക എന്നത് തിന്മയുടെ ശക്തികളെ
അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളെ അവയുടെ അടിത്തറ തന്നെ തകരാൻ കാരണമാവുന്ന വിധത്തിലുള്ള ബുദ്ധിപരമായ ദൈക്ഷണികമായ ഇടപെടലാണ് എല്ലാ പ്രവാചകന്മാരും നടത്തിയിട്ടുള്ളത്. സത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അസത്യത്തെ നേരിടുക എന്നത്, സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് അസത്യത്തെ നേരിടുക എന്നത് ഇസ്ലാമിന്റെ തന്നെ ലക്ഷ്യമാണ്. അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാമില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ വാചകം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നതാണല്ലോ. ആ ലാ ഇലാഹ ഇല്ലല്ല എന്നതിന്റെ ആദ്യ ഭാഗം തന്നെ എല്ലാ അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളെയും പ്രഹരമേൽപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതിൽ തന്നെ ഈ ആശയങ്ങള് വ്യക്തമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് രാഷ്ട്രീയ ഇസ്ലാം എന്ന പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഭജനവും ഇല്ല. ഇസ്ലാം ഒന്നേ ഉള്ളൂ, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും മാറ്റി നിർത്തപ്പെടുന്ന വിധത്തില് ആരെങ്കിലും സൗകര്യത്തിനോ അല്ലെങ്കിൽ തങ്ങളുടെ സന്നദ്ധതയില്ലായ്കയുടെയോ പേരില് ഇസ്ലാമിനെ ചില കഷ്ണങ്ങളാക്കി അതിൽ ചിലത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ അകറ്റി നിർത്തുന്നുവെങ്കിൽ അത് അവരുടെ ഭാഗത്ത് സംഭവിക്കുന്ന വൈകല്യങ്ങളും വീഴ്ചകളും മാത്രമാണ്. ഇസ്ലാം ഒരു സമ്പൂർണമായ എൻറ്റിറ്റിയാണ്. അതിനെ രാഷ്ട്രീയ ഇസ്ലാം എന്നോ ആത്മീയ ഇസ്ലാം എന്നോ ആധ്യാത്മികമായ ഇസ്ലാം എന്നോ അങ്ങനെ അല്ലെങ്കിൽ സാമൂഹ്യ ഇസ്ലാം എന്നോ അങ്ങനെയൊന്നും ഉള്ള വിഭജനം സാധ്യമല്ല. മാത്രമല്ല അള്ളാഹുവിന്റെ നിർദ്ദേശം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നാണ്. അള്ളാഹുവിന്റെ ദീനില് പൂർണ്ണമായിട്ട് പ്രവേശിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. അപ്പൊ അതിൽ രാഷ്ട്രീയവും പെടും. രാഷ്ട്രീയം മാത്രമായിട്ടൊരു ഇസ്ലാമില്ല. ഇസ്ലാമിന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാർഗദർശനം നൽകാനുള്ള കരുത്തുണ്ട്. എല്ലാ ജീവിത മേഖലകളിലേക്കുമായുള്ള മനുഷ്യനാവശ്യമായ വെളിച്ചമാണ് ഇസ്ലാം നൽകുന്നത്. വെളിച്ചം വരുമ്പോ സ്വാഭാവികമായിട്ടും അന്ധകാരത്തിന് അതൊരു പ്രഹരമായിട്ടാണ് അനുഭവപ്പെടുക. അന്ധകാരത്തെ വെളിച്ചമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ മനുഷ്യ സമൂഹത്തോട് വലിയ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ചരിത്രത്തെ വളരെ പരിമിതമായ വിധത്തിലൊന്ന് നോക്കിക്കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇവിടെ മക്കയിൽ അവതരിച്ച അസ്സോഫാത്ത് എന്ന ഈ സൂറത്ത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 182 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ സൂറത്തില് ഈ 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രതിപാദനമാണ് കാണാൻ സാധിക്കുക. അള്ളാഹുവിന്റെ ഏകത്വം, പാരത്രിക ജീവിതം, അതുപോലെ പ്രവാചകത്വം. ഈ 3 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആശയ സംവേദന രീതിയാണ് മക്കയിൽ അവതരിച്ച സൂറത്തുകളിലും മുഖ്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ ആളുകൾ, മക്കയിലെ ആളുകൾ, വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏകദൈവത്വം, പാരത്രിക ജീവിതം, പ്രവാചകത്വം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവയുടെ പേരിൽ പല അബദ്ധ ആശയങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും തള്ളിക്കളയുകയുമാണ് മക്കയിലെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സൂറത്തിൽ അല്ലാഹു തെളിമയുള്ള വിധത്തില് വളരെ അവ്യക്തതയൊന്നും ഇല്ലാത്ത വിധത്തിൽ പറയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തില് സമ്പൂർണമായ വിജയം കൈവരിക്കാൻ പോവുകയാണ് എന്നതാണ്. അള്ളാഹുവിന്റെ സൈന്യം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു എന്ന വിധത്തിലാണ് ഈ സൂറത്ത് ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നത്.
അള്ളാഹുവിന്റെ സൈന്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസപാതയിൽ മുന്നിട്ട് വന്ന ആളുകളെ തന്നെയാണ് പ്രാഥമികമായിട്ട്. പക്ഷെ ആ ഘട്ടത്തിൽ, ഈ ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തില് അവര് വളരെ ദുർബലരായ അവസ്ഥയിലാണ്. വളരെ പേര് വിദൂര പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. മക്കയില് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശേഷിച്ചുള്ള മുസ്ലിങ്ങളൊക്കെയും തന്നെ. ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ വിജയത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തെ തള്ളിക്കളയുന്ന ആളുകൾ അള്ളാഹുവിന്റെ സൈന്യം അവരുടെ വീട്ടുമുറ്റത്ത് എത്തുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കട്ടെ എന്ന നിലക്ക് താക്കീത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ആ ഘട്ടത്തില് അങ്ങനെയുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു എന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് സത്യവിശ്വാസികളുടെ മനോധൈര്യം, അവരെ കൂടുതൽ മനോധൈര്യമുള്ളവരാക്കി മാറ്റുന്നതിനും അവരെ നിശ്ചയദാർഢ്യമുള്ളതാക്കി മാറ്റുന്നതിനും വേണ്ടി വരാനിരിക്കുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവരെ അള്ളാഹു മുൻകൂട്ടി അറിയിക്കുന്ന രീതിയിലാണ് അക്കാര്യം അള്ളാഹു പങ്കുവെക്കുന്നത്. നിസ്സഹായതയുടെ അവസ്ഥയിലുള്ള ആളുകൾ വരുന്ന ഭാവിയിൽ അവർ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം കൈക്കാനാകും എന്ന വലിയ പ്രതീക്ഷ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ ഇസ്ലാമിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നതാണ് വസ്തുത. മക്കയിലെ ആ ഇടുക്കമുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്തായിട്ട് ഇസ്ലാം പൂർണ്ണമായി കുഴിച്ചു മൂടപ്പെടും എന്ന് ഒരു കാലമാണത്. ആ ഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ സമ്പൂർണമായ വിജയത്തെ പരാമർശിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മുന്നറിവ് നൽകുന്ന വിധത്തില് അള്ളാഹു ഈ സൂറത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു 15 വർഷങ്ങൾക്കുള്ളില് യാഥാർത്ഥ്യമായി പുലരാനിരിക്കുന്ന ഒരു കാര്യമാണ്. മക്കുന്നത് ഈ സൂറത്തിന്റെ അവതരണം കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ. പക്ഷെ ആ ഘട്ടത്തില് അങ്ങനെ ഒരു വിജയ സാധ്യത ഉണ്ട് എന്നതിന്റെ യാതൊരു സൂചനയും എവിടെയും കാണാൻ കഴിയുമായിരുന്നില്ല. ഇത് വിശ്വാസികളെ ബലപ്പെടുത്തുന്നതിന്, അതുപോലെ നിഷേധികളെ താക്കീത് ചെയ്യുന്നതിന്, അള്ളാഹുവിന്റെ മാർഗത്തില് ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിൽ മുഖ്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ മാർഗം അവലംബിച്ച ആളുകളെ പൂർവിക കാലഘട്ടങ്ങളിൽ അള്ളാഹു ഏതൊക്കെ വിധത്തിലാണ് സഹായിക്കുകയുണ്ടായത്, അവരെ പിന്തുണക്കുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എന്ന കാര്യം ഈ സൂറത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ചരിത്ര പുരുഷൻ യഹൂദ, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങളുടെ ഒരു കുലപതിയായിട്ട് നിലകൊണ്ടിരുന്ന, ദൈവിക ഏകത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നുപോയ, വളരെ സുപ്രധാനമായ ചരിത്ര ദൗത്യം നിർവഹിച്ച പ്രവാചകനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണം. അക്കാര്യം അള്ളാഹു ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ്. അതിൽ ഏറ്റവും കടുപ്പമേറിയ ഒരു പരീക്ഷണമായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ കുഞ്ഞിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകണം, അള്ളാഹുവിനായിട്ട് ബലി നൽകണം എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചതാണ്. പ്രതീകാത്മകമായി മാത്രം ഈ സംഗതി ഒരു വലിയ പാഠം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പകർന്നു നൽകുന്നുണ്ട്. നമ്മൾ മൂല്യവത്തായി വിലപ്പെട്ടതായി കരുതുന്ന എന്തും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നത് വിശ്വാസികളുടെ മാർഗത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ നിദാനം തന്നെയാണ് എന്നൊരു കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മഹത്തരമായ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ത്യാഗസന്നദ്ധതയുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് മാത്രമായി നൽകപ്പെട്ട ഒരു നിർദ്ദേശമാണത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിനുള്ള ഒരു വളരെ തെളിമയുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ ഒരു പരാമർശം ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നിഷേധികൾക്ക്, സത്യനിഷേധികൾക്കുള്ള കടുത്ത താക്കീത് നൽകുന്നത് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരുന്ന സത്യവിശ്വാസികൾക്ക് ചില സന്തോഷ വാർത്തകൾ അല്ലാഹു അറിയിക്കുന്നുണ്ട്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് വളരെ പ്രയോജനകരമായ ചില സാരോപദേശങ്ങളും നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിപത്തുക്കളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ അത് വിശ്വാസികളെ തളരാൻ കാരണമാക്കിക്കൂടാ എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ വിശ്വാസികളുടെ ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ആ മുന്നേറ്റത്തിന് പ്രതിഫലമായിട്ട് ഭൗതിക ലോകത്ത് തന്നെ അവർക്ക് വലിയ വിജയം അല്ലാഹു നൽകും. ഇസ്ലാമിന്റെ ശത്രുക്കള് പരാജയമടയുകയും ചെയ്യും. അത് വളരെയൊന്നും വൈകാത്ത ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെയൊക്കെ മാനസികമായി ശക്തി കൈവരിച്ചവരാക്കി മാറ്റുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായി ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ ഇതിനകം നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ചോദ്യങ്ങൾ ഇന്നലത്തെ നമ്മുടെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ചയായിട്ട് ഏതാനും ചോദ്യങ്ങൾ വന്നതുണ്ട്. അതിനോടുള്ള ചില പ്രതികരണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തത്, ദിവസം തുടങ്ങുന്നത് പകലാണെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലല്ലേ ആരാധനകൾക്ക് പരിഗണിക്കേണ്ടത് എന്നതാണ്. ഖദറിന്റെ രാത്രി ആ 27-ാം രാവ് എന്നൊക്കെ പറയുന്ന വിധത്തില് 27 തുടങ്ങുന്നതിന്റെ തലേന്ന് രാത്രിയാണല്ലോ. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ, ആ പ്രത്യേക നാളിന്റെ പ്രത്യേക രാവിന്റെ പ്രാർത്ഥനകളിലും ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന വിധത്തില് നോമ്പിന്റെ തുടക്കം ഉള്ള നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങുന്നതിന്റെ തലേന്ന് രാത്രി തന്നെ തറാവീഹ് നിസ്കരിക്കുന്നത് പോലെയുള്ള
ഒരു കാര്യമാണിത്. ഇത് ആരാധനക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിനൊക്കെ വേണ്ടി യഥാർത്ഥത്തില് ലൈലത്തുൽ ഖദറിന് നമുക്ക് അവസാന 10 ഏത് ദിവസവും പ്രതീക്ഷിക്കേണ്ടതാണ് എന്നുള്ള നിലക്കാണ് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. അത് ഒറ്റ 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 രാത്രികളിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയായി വരുന്ന രാത്രികളിൽ 21, 23, 25, 27, 29 ഇതാണ് സാധ്യതയുള്ള രാവുകളായിട്ട് പറയാറുള്ളത്. ഇത് ഒരു വ്യക്തത നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് യഥാർത്ഥത്തില്. പക്ഷെ ഇത് ഒറ്റ രാത്രികളിൽ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല ഈ ലൈലത്തുൽ ഖദറിന് വേണ്ടിയുള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആരാധനകളും പ്രാർത്ഥനകളും. അത് ഇരട്ടയാവുന്ന രാവുകളിൽ വേണ്ടാന്ന് വെക്കാനുള്ളതുമല്ല. പിന്നെ രാത്രിയാണ് എന്നത് തിരിച്ചറിയാനുള്ള ഒരു അടയാളമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞൊന്നുമില്ല. ശാന്തത ആ രാത്രിയുടെ ഒരു പ്രത്യേകതയാണ് എന്നത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസങ്ങൾക്കും അവസാന 10 എല്ലാ ദിവസങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആരാധനകളിലും പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെടേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ അപ്പോ ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്ന പോലെ, പെരുന്നാരാവ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ തലേന്ന് രാത്രിയാണ് ഇസ്ലാമിക സമൂഹം ലോകമെമ്പാടും ആ പ്രതീക്ഷ കഴിയുന്നത്. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം ആ ലൈലത്തുൽ ഖദർ എന്നത് ആ ഒറ്റ രാവിനെ ഒറ്റയായ ദിവസങ്ങൾ പകലിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് അതിന് പിന്തുടർന്നു വരുന്നത്. അതില് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള വിധത്തിൽ തന്നെ ഈ എന്തെങ്കിലും വിധത്തിൽ പ്രാധാന്യമുള്ള നാളിന്റെ തലേന്ന് രാത്രിയാണ് എപ്പോഴും ഒരു ആഘോഷത്തിനോ അല്ലെങ്കിൽ അങ്ങനെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്നതിനോ ഒക്കെ എല്ലാ സമൂഹങ്ങളിലും എല്ലാ കൾച്ചറിലും പ്രാധാന്യത്തോടു കൂടി പരാമർശിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും ഒക്കെ തന്നെ. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ആ വിധത്തിലാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിനെ നിർണയിക്കുന്നതോ അല്ലെങ്കിൽ രാവായി പരിഗണിച്ചുകൊണ്ട് അതിന് പ്രാധാന്യത്തോടു കൂടി അതിനെ കാണുന്നതോ ഒക്കെയായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്നത്. അതില് എന്തെങ്കിലും ഈ കാലഗണനയുടെ ഈ ദിവസം തുടങ്ങുന്നതിന്റെ ഒരു മാനദണ്ഡം നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നതിന് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായി വരുന്നില്ല. അത് ആ പകലിനെ തുടർന്നുള്ള രാത്രി ആവണം എന്ന നിലക്കല്ല നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ളത് നാളെ പരിഗണിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.